പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ മുൻകാല ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ പ്രയാണം തുടങ്ങുകയാണ്. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതുമായി ആ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ പഠിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് തീർച്ചയായിട്ടും താഴെ കമന്റ് കൂടി രേഖപ്പെടുത്തുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ലിസ്റ്റിൽ കയറി കൂടി ജോലിയിലേക്ക് കയറാൻ 100% എന്റെ ഭാഗത്ത് നിന്നും പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ചാനൽ കയറിയിട്ടൊക്കെ നോക്കുക, ഏതൊക്കെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന കൂട്ടുകാരോടൊക്കെ ആയിട്ട് പറയണം, ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ആ ഓരോ ക്ലാസ്സുകളും ആ രീതിയിൽ ക്ലാസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിൽ നമ്മൾ ഫസ്റ്റ് 16 ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? നമ്മൾക്ക് അറിയാം, ജലപാതയുണ്ട്, അതുപോലെ റോഡ് ഗതാഗതങ്ങളുണ്ട്, വ്യോമ ഗതാഗതമുണ്ട്, റെയിൽ ഗതാഗതമുണ്ട് അല്ലേ. ഇത് ടോപ്പിക് ഏതാണ്? ജലഗതാഗതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഏതാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത്? ദേശീയ ജലപാത 3 ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പശ്ചിമ തീര കനാലാണ് ദേശീയ ജലപാത 3 എന്ന് അറിയപ്പെടുന്നത്. ദേശീയ ജലപാത 3 അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് പഠിക്കുന്നത് കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാൽ, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു പശ്ചിമ തീര കനാൽ എന്ന് പറഞ്ഞു. എങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത് NW5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത് NW5 ആണ് കേട്ടോ. NW5 ആണ്. ഇനി നമുക്ക് കേരള സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? നമ്മുടെ കേരള സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1968 കേട്ടോ. 1968 നിലവിൽ വന്നത്. ഇനി നമ്മൾ പഠിച്ചു NW3 കൊല്ലം മുതൽ ഇപ്പൊ ഏതുവരെ നീട്ടിയിട്ടുണ്ട്? കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് NW3. എങ്കിൽ NW8 എവിടെ മുതൽ എവിടം വരെയാണ്? NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി ഇല്ലേ. ആലപ്പുഴ ചങ്ങനാശ്ശേരി വരെയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി. NW9 ആലപ്പുഴ കോട്ടയം വരെയാണ്. ഏകദേശം ഇതൊക്കെ 28 കിലോമീറ്ററും ഇതൊക്കെ 38 കിലോമീറ്ററും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഏതുപോലെ NW59 കോട്ടയം വൈക്കം കേട്ടോ. കോട്ടയം ടു വൈക്കം അതും 28 കിലോമീറ്റർ ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ എത്രയാണ്? 365 കിലോമീറ്റർ ആണ് കേട്ടോ. 365 കിലോമീറ്റർ ആണ്. ഇപ്പൊ നീട്ടം കൂട്ടിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്നുള്ളത് കോഴിക്കോട് വരെ ആക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്താണ് ആകെ നീളം 560 കിലോമീറ്ററോളം. എത്രയാണ്? വെസ്റ്റ് കോസ്റ്റ് കനാല് സിസ്റ്റത്തിന്റെ ആകെ നീളം 560 കിലോമീറ്റർ വരെ ആയിട്ടുണ്ട് കേട്ടോ. എത്രയാണ്? 560 കിലോമീറ്റർ വരെ. ഓക്കെ. ഇനി പിന്നെന്തൊക്കെയാ നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ ദേശീയ ജലഗതാഗതം പഠിക്കുമ്പോൾ കേരളത്തില് ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം എത്രയാണ്? കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം 1895 കിലോമീറ്റർ ആണ് കേട്ടോ. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീണ്ടകരയാണ് കേട്ടോ. നീണ്ടകര. ഓക്കെയാണോ? മറക്കാൻ പാടില്ല കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? NW1 ആണ് കേട്ടോ. ഗംഗാ നദിയിലാണ്. ദേശീയ ജലപാത 2 ഏതിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയിലാണ്. NW1 ഗംഗ, NW2 ബ്രഹ്മപുത്ര, NW3 ആണ് നമ്മുടെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് കേട്ടോ. മറക്കാൻ പാടില്ല. അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു മാറ്റുക. ഇതെപ്പോഴും ഈ NW3 എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അതും മാറ്റണം കേട്ടോ. ഇനി എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ, നമ്മളിപ്പോ NW3 ദേശീയ ജലപാതയാണ്, വെസ്റ്റ് കോസ്റ്റ് കനാലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇതിനെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത് എപ്പോഴാ? ദേശീയ ജലപാതയായിട്ട് NW3 നെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്?
നമ്മൾ എപ്പോഴും പഠിക്കും കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ദേശീയ ജലപാത 3 പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്ന പഠിക്കുള്ളൂ അല്ലെ. അത് ഏത് വർഷമാണ്? 1993 കേട്ടോ. 1993. എങ്ങനെ ഓർക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 93 അല്ലേ? ആ 93 ആലോചിക്കുക കേട്ടോ. ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? മഹാത്മാ ഗാന്ധിയാണ് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ. അപ്പൊ നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് നമ്മുടെ പ്രീവിയസ് ആയിട്ട്, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് നന്നായിട്ട് പഠിച്ചു മാറ്റണം. അദ്ദേഹത്തിന്റെ ജനനം എപ്പോഴാണ്? 1869 അദ്ദേഹം ജനിക്കുന്നത് അല്ലെ. ഇനിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. 1901 കേട്ടോ. 1901 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തത് കേട്ടോ. ഒരിക്കലും അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതല്ല കേട്ടോ അദ്ദേഹം. ഓക്കെ, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതല്ല. അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കുക മാത്രമാണ് 1901 ചെയ്യുന്നത്, INC കേട്ടോ. അതേപോലെ 1904 എന്താ 1904 അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ചത് കേട്ടോ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ചത് 1904 പിന്നെ ഏതാ പഠിക്കാനുള്ളത് അദ്ദേഹത്തിനെ കുറിച്ചിട്ട്? 1909 അല്ലെ. 1909 ഹിന്ദു സ്വരാജ് 1909 ഹിന്ദു സ്വരാജ്. പിന്നെ എന്താ? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 15 അല്ലേ. 1915 ജനുവരി മാസം എത്രാം തീയതിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തുന്നത്? ജനുവരി 9 അല്ലേ. ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും അദ്ദേഹം തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ 1917 അല്ലേ. 1917 ബീഹാറില് എന്ത് ചെയ്യുന്നുണ്ട്? ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, നീലം കർഷകർക്ക് വേണ്ടിയിട്ട് ബീഹാറില് ചമ്പാരൻ സത്യാഗ്രഹം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം കൂടിയിട്ടാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹം രണ്ടും എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹം തന്നെയാണ്. പിന്നെ 1918 എന്ത് വരുന്നത്? അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സമരം അല്ലെ. അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ എന്താണ്? നിരാഹാര സമരമാണ്. ഇത് നോട്ട് ചെയ്യണം, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമുക്ക് എക്സാം ഹാളിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന ഏരിയയും കൂടിയിട്ടാണ്. ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആദ്യത്തെ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ് 1918. 1918 തന്നെ വീണ്ടും വരുന്നുണ്ട് ഖേദ സത്യാഗ്രഹം അല്ലേ. ഖേദ സത്യാഗ്രഹം 1919 എന്താ പ്രത്യേകത? അദ്ദേഹം റൗലറ്റ് ആക്ടിനെതിരെ അല്ലെ. ബ്രിട്ടീഷുകാരുടെ റൗലറ്റ് ആക്ടിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യവ്യാപകമായിട്ട് സത്യാഗ്രഹം 1919 നടക്കുന്നുണ്ട്. അതുപോലെ 1920 അടുത്ത വർഷം 1920 എന്താണ് 1920 പ്രത്യേകത? ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അല്ലെ. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയി. ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് 1920 ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയത്. പിന്നെ 1919 തന്നെയാണ് മക്കളെ ഒന്ന് വിട്ടുപോയത്. നമ്മൾ യങ് ഇന്ത്യ എന്ന് പത്രം പറയില്ലേ, അത് 1919 കേട്ടോ. 1919 യങ് ഇന്ത്യ. ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ് കേട്ടോ. അതുപോലെ നവജീവൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ നവജീവൻ ഇതൊക്കെ എന്താണ്? മാസികകളും അതുപോലെ വാരികകളും ഒക്കെയാണ് കേട്ടോ. നവജീവൻ അതായത് അത് ഏത് ഭാഷയിലാണ്? നവജീവൻ ഗുജറാത്തി ഭാഷയിലാണ് കേട്ടോ. ഗുജറാത്തി ഭാഷയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഒരു 1 സെക്കൻഡ് ലാപ്പ് ഒന്ന് ഓഫ് ആകാനായി. ഒന്ന് ചാർജ് ചെയ്യട്ടെ കേട്ടോ. ഒന്ന് ചാർജ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, 1920 ഹോം റൂൾ ലീഗിന്റെ എന്ത് ചെയ്തു? പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. 1920 തന്നെയാണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം 1920 കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനം. പിന്നെ എന്താ പ്രത്യേകത? ഖാദി 1921
എന്താണ് അദ്ദേഹം ഖാദി ധരിക്കാനായിട്ട് തീരുമാനിക്കുന്നത് 1921 പിന്നെ 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നിട്ട് ഏതാണ് ചൗരി ചൗര, ഇത് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. 1922 ചൗരി ചൗര സമരത്തെ തുടർന്നിട്ട് ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്തു? പിൻവലിച്ചു. 1922 അത് പിൻവലിച്ചു കേട്ടോ. 1924ലാണ് അദ്ദേഹം INC-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ഏത് സമ്മേളനമായിരുന്നു? ബൽഗാം സമ്മേളനം. വെരി ഇമ്പോർട്ടന്റ് ആണ്. 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1924 നടന്ന സമ്മേളനം എവിടെയാണ്? ബൽഗാമിലാണ് കേട്ടോ. അതുപോലെ 1925 ചർക്ക സംഘം രൂപീകരിച്ചു കേട്ടോ. ചർക്ക സംഘം രൂപീകരിച്ചു 25. പിന്നെ എന്താണ്? 30 നമുക്കറിയാം അല്ലെ. 30 എന്താ പ്രത്യേകത? ദണ്ഡി യാത്ര അല്ലെ. സബർമതി ആശ്രമത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? 385 കിലോമീറ്ററോളം ദൂരമുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് എത്ര പേരുണ്ടായിരുന്നു? 78 പേര്. ഇതെല്ലാം ചോദ്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ആണ്. 78 പേർ അടങ്ങുന്ന അനുയായികളും സംഘവുമായിട്ട് ഉപ്പ് സത്യാഗ്രഹം 1930 ആരംഭിച്ചു. 1931 അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നത് അല്ലെ. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1931 പിന്നെ 1931 വേറൊരു പ്രത്യേകത എന്താണ്? 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതില് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇതിൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം ആര് പങ്കെടുക്കുന്നു? ഗാന്ധിജി പങ്കെടുക്കുന്നു കേട്ടോ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ആര് പങ്കെടുക്കുന്നത്? മഹാത്മാ ഗാന്ധി. 1932 1932 പ്രത്യേകത എന്താണ്? അഖിലേന്ത്യാ ഹരിജന സംഘം സ്ഥാപിക്കുന്നത് കേട്ടോ. അഖിലേന്ത്യാ ഹരിജന സംഘം സ്ഥാപിക്കുന്നത് 1932 അതേപോലെ 1932 പൂന ഉടമ്പടി കേട്ടോ. പൂന ഉടമ്പടി കേട്ടോ. പിന്നെ 1933 ഹരിജൻ എന്ന പേരിൽ ഒരു വാരിക ആരംഭിക്കുന്നത് കേട്ടോ. ഹരിജൻ വാരിക, ഇതൊരു വാരികയാണ് കേട്ടോ. 1933 ഹരിജൻ എന്ന വാരിക ആരംഭിക്കുന്നത്. പിന്നെ 33 കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ 34 ആയ സമയത്ത് 1934 എന്ത് ചെയ്തു? അദ്ദേഹം INC-യിൽ നിന്നും രാജിവെച്ചു കേട്ടോ. INC-യിൽ നിന്ന് എന്ത് ചെയ്തു? രാജിവെച്ചു. കണക്ട് ചെയ്യാം നമുക്ക്. അപ്പൊ 1901 നമ്മൾ പറഞ്ഞു INC-യിൽ എന്ത് ചെയ്തു? സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി പറഞ്ഞു. കറക്റ്റ് 10 വർഷം കഴിഞ്ഞത് 34 INC-യിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു കേട്ടോ. അത് പഠിച്ചു വെക്കുക. അതുപോലെ 1936 എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം വാർധയിൽ സേവാഗ്രാം ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. 1936 1942 എന്ത് പറയുന്നത്? അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. എന്താണ്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെ. ഡൽഹി വെച്ചിട്ട് സ്റ്റാഫോർഡ് ക്രിപ്സിനെ സന്ദർശിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ ആശയങ്ങളെയാണ് എന്തു പറയുന്നത്? കാലഹരണപ്പെട്ട ചെക്ക്, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ആര് വിശേഷിപ്പിക്കുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധി 42 വിശേഷിപ്പിക്കുന്നത്. 42 അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. INC സമ്മേളനം ഏതാണ്? ബോംബെ ആണ് കേട്ടോ. ബോംബെ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 42 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അത് എവിടെ വെച്ചായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. പിന്നെന്താ? 47 അല്ലേ. 47 നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഗാന്ധിജി അവിടെ ആഘോഷിക്കാനുണ്ടായിരുന്നോ? ഇല്ല അല്ലെ. ഹിന്ദു മുസ്ലിം കലാപം നടക്കുന്ന അവിടെ പരിഹാര പ്രവർത്തനങ്ങളുമായിട്ട് ബംഗ്ലാദേശിലെ നവഖാലിയിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം കേട്ടോ. ഇവിടെ എല്ലാവരും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബംഗ്ലാദേശിലെ നവഖാലിയിലായിരുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1948 ജനുവരി 30 അദ്ദേഹത്തിന്റെ 78ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് പഠിക്കണം. അതുപോലെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക്. അതുപോലെ ഇനി ഗാന്ധിജിയെ കുറിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിന്റെ ബാലൻസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ച് തരാം കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അല്ലേ? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് അല്ലേ? ഏതാ വരിക? പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അല്ലെ? അതെന്താണ്? പാരമ്പര്യ സ്രോതസ്സിന്റെ സവിശേഷതയാണ്. ചെലവ് കുറവാണ്. പിന്നെ എന്താണ്? പുനഃസ്ഥാപന ശേഷി ഉണ്ട് അല്ലെ? ഇതൊക്കെ എന്താണ്? വീണ്ടും പുനഃസ്ഥാപിക്കാം. ഇവിടെ ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ എന്താണ്? ആൻസർ അല്ലാത്തത് കേട്ടോ. പാരമ്പര്യം നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടോ അത് അത്രത്തോളം നമുക്ക് എന്താണ്? ഉപയോഗിച്ചിട്ട് വരാനായിട്ട് കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക, അല്ലാതെ കുറവായിട്ട് വരികയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷതകൾ പഠിച്ചു വെക്കുക. പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഊർജ്ജ സ്രോതസ്സിൽ നമുക്ക് പഠിക്കുമ്പോൾ ഒന്ന് വന്നിട്ട് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് അല്ലെ? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും അതുപോലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും, ഇത് രണ്ടെണ്ണം നമുക്ക് എന്താണ് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. അപ്പൊ ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിൽ എന്തൊക്കെ വരും? ധാതു ഇന്ധനങ്ങളായിട്ടുള്ള കൽക്കരി, അതുപോലെ പെട്രോളിയം, പിന്നെ ഏതാണ് വരിക? പ്രകൃതിവാതകം അല്ലെ? പ്രകൃതിവാതകം എന്ന് പറയുന്ന സമയത്ത് ഫോസിൽ ഇന്ധനങ്ങളാണ് കേട്ടോ. പ്രകൃതിവാതകം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫോസിൽ ഇന്ധനങ്ങളാണ് കേട്ടോ. ഫോസിൽ ഇന്ധനങ്ങൾ. ഓക്കെ. അതുപോലെ ആണവോർജ ധാതുക്കൾ എന്നിവയ്ക്ക് എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെ. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? മലിനീകരണത്തിന് കാരണമാകും അല്ലേ? അതുപോലെ വളരെ കാലമായിട്ട് ഉപയോഗത്തിലുള്ള വിഭവങ്ങളാണ് ഇത് ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. പുനഃസ്ഥാപന ശേഷി ഇല്ലാത്തതാണ് കേട്ടോ. ഇതിനെന്തൊക്കെയാണ് പ്രത്യേകത? ഒന്ന്, പുനഃസ്ഥാപന ശേഷി ഇല്ല കേട്ടോ. പുനഃസ്ഥാപന ശേഷി ഇല്ല, മലിനമായി കൊണ്ടിരിക്കുകയാണ് അല്ലെ? മലിനമാക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതിന്റെ പ്രത്യേകതയാണ്. എങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് വരിക? ഒന്ന് സൗരോർജം അല്ലെ? സൗരോർജം, പിന്നെ സൗരോർജം, കാറ്റ്, ഭൗമതാപോർജം, ജലവൈദ്യുതി, ജൈവോർജം തുടങ്ങിയവയ്ക്ക് എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവ മലിനീകരണം സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? മലിനീകരണം സൃഷ്ടിക്കുന്നില്ല. പിന്നെ സോളാർ, ബയോമാസ്, കാറ്റ്, ബയോഗ്യാസ്, തിരമാല, ജിയോ തെർമൽ, ഇതൊക്കെ എന്താണ്? ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. സോളാറും ബയോമാസും കാറ്റും അതുപോലെ ബയോഗ്യാസും തിരമാലയും ജിയോ തെർമലും ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക് ഏതാണ്? ചരൻകയാണ് കേട്ടോ. ചരൻക എവിടെയാ? ഗുജറാത്തിലാണ് കേട്ടോ. ചരൻക ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് ബാണാസുര സാഗർ ഡാം ആണ്, വയനാട് കേട്ടോ. ബാണാസുര സാഗർ ഡാം എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു പൂർണ്ണമായിട്ടും എന്തിലാണ്? സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? കൊച്ചിയാണ് കേട്ടോ. നമ്മുടെ സിയാലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലാണ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നത്? സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കേട്ടോ. എങ്കിൽ ആദ്യത്തെ സമ്പൂർണ്ണ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് വിമാനത്താവളം കൊച്ചിയാണ്, സിയാലാണ് പറഞ്ഞത്. എങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന? ഗുവാഹത്തി കേട്ടോ. ഏതാണ്? ഗുവാഹത്തിയാണ്. ഗുവാഹത്തി എവിടെയാ? അസമിലാണ് കേട്ടോ. ഗുവാഹത്തി അസമിലാണ്. ഇനി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ പാർലമെന്റ് ഏതാണ്? സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെന്റ്, പൂർണ്ണമായിട്ടും ആ പാർലമെന്റ് സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. മജ്ലിസ് ഇ ഷൂറയാണ് കേട്ടോ. മജ്ലിസ് ഇ ഷൂറ പാകിസ്ഥാനിലാണ് കേട്ടോ. എവിടെയാണ്? പാകിസ്ഥാൻ. ഓക്കെ. ഇനി നമ്മുടെ കേരളത്തില് കറണ്ട് അഫെയറിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടിയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലാണ്. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ ചരൻക ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് ബാണാസുര സാഗർ ഡാം ആണ്. ഇന്ത്യയിലെ
ലോകത്തിലെ തന്നെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലാണ്. പിന്നെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗുവാഹത്തി ആസാമാണ്. പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ മജ്ലിസ് ഇ ഷൂറ പാകിസ്ഥാൻ പാർലമെന്റ് ആണ്. ഇനി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പെരുമാട്ടി, പാലക്കാട് ജില്ല. നെക്സ്റ്റ് നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. എന്താ 21A നമുക്ക് പഠിക്കാനുള്ളത്? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞു അല്ലെ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 21A എന്ന് പറയുന്നത്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002. 2002ലെ 86ാമത്തെ ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം 21A എന്ന ആർട്ടിക്കിള് കൂട്ടിച്ചേർത്തത്. ഓക്കെ ആണോ? അതിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നമുക്ക് പഠിക്കാനുള്ളത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്താണ്? ആർട്ടിക്കിൾ 21A പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നിയമമാണ് വിദ്യാഭ്യാസ നിയമം. ഓക്കെ, ഈ ആർട്ടിക്കിൾ 21A പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു നിയമം നിർമ്മിക്കപ്പെട്ടു. എപ്പോ? 2009. ഇപ്പൊ നമുക്കറിയാം ജീവിക്കാൻ അവകാശമുണ്ട് അല്ലെ? നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് സമാനമായിട്ട് ജീവിക്കാൻ എങ്ങനെ അവകാശമുണ്ടോ അതിന് സമാനമായിട്ട് ഒരു അവകാശമാക്കിയിട്ട് ഏതിനെ മാറ്റി? വിദ്യാഭ്യാസ അവകാശം എന്ന് മാറ്റി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ നിയമപ്രകാരം പറയുന്നത് കേട്ടോ. പാർലമെന്റ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് മാസം 26. മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്. ഞാനിപ്പോ ഈ അനുബന്ധ വിവരങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. ഈ അനുബന്ധ വിവരങ്ങൾ ഞാൻ ഒരിക്കലും വെറുതെ എന്തെങ്കിലും ഇട്ട് തരുന്നതല്ല. പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ അനുബന്ധ വിവരങ്ങളിൽ തരുന്നത് കേട്ടോ. അപ്പൊ അത്രയും എന്താണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു മാറ്റണം കേട്ടോ. 2009 ഓഗസ്റ്റ് 26 ഇത് പ്രീവിയസ് ചോദ്യമാണ് കണ്ടോ നിലവിൽ വന്നത്. അല്ല, പാസ്സാക്കിയത്. നിലവിൽ വന്നത് എപ്പോഴാണ്? 2010 ഏപ്രിൽ മാസം 1-ാം തീയതി. ഈ ഓഗസ്റ്റ് 26 ഏപ്രിൽ 1 നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. 2009 ഓഗസ്റ്റ് 26 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. 2010 ഏപ്രിൽ 1 ഇത് നിലവിൽ വന്നത്. അതായത് ഇപ്പൊ നമുക്ക് പഠിക്കാൻ നമ്മളിതിൽ എങ്ങനെ പഠിക്കുക? നമുക്ക് മൗലിക അവകാശം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശമുണ്ട് അല്ലെ? മൗലിക അവകാശങ്ങൾ 12 മുതൽ എത്ര വരെയാണ്? 35 വരെയാണ്. എന്തിന് പറയുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. കേൾക്കുന്നുണ്ടോ? അതിലാണ് ഈ 21 12, 13, 14, 15 കഴിഞ്ഞാൽ 21 എത്തും അല്ലെ? ആ 21 എന്താണ് പറയുന്നത്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടുമാണ് ഏതിൽ പറയുന്നത്? 21 പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 21 പറയുന്നത്. അതുപോലെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും എമർജൻസി പ്രഖ്യാപിക്കുമല്ലോ. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തിൽ പോലും ഒരിക്കലും 20ഉം 21ഉം എന്ത് ചെയ്യാൻ കഴിയില്ല? റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ ആണോ? അതുപോലെ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതാണ്? ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് 14, 19, 21. കണ്ടോ ആ 21ന്റെ പ്രത്യേകത കണ്ടോ? 14, 19, 21. അങ്ങനെ ഈ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തി. അങ്ങനെ ഒരു സമയം ആയപ്പോഴാണ് വിദ്യാഭ്യാസത്തെയും ഒരു മൗലിക അവകാശമാക്കണം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 21നെ എന്ത് ചെയ്തു? ഒന്ന് ഭേദഗതി ചെയ്തു
ചെയ്തു. അങ്ങനെ 86ാമത്തെ ഭേദഗതി 2002 കൊണ്ടുവന്നിട്ട് ആ 21ന്റെ കൂടെ അപ്പൊ കണ്ടോ എ എന്ന ആർട്ടിക്കിൾ കണ്ടോ ഈ ഭേദഗതി ചെയ്തു വരുമ്പോഴാണ് അതിന്റെ കൂടെ ഈ എയും ബിയും സിയും ഒക്കെ വരുന്നത് എപ്പോഴാണ് ഭേദഗതി ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ 21A എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്തു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A അപ്പോ ഒരൊറ്റ ചോദ്യം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നാണ് ചോദ്യം. പറയൂ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല? മൗലിക കടമകളെ കുറിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഇടയായ സാഹചര്യം എന്താണ്? 1948 ഡിസംബർ 10 എന്താണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 നടന്നിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് ഒരു അനുച്ഛേദമുണ്ട്. ഏതാണ്? 29(1 കേട്ടോ. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഈ അനുച്ഛേദം 29(1 പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. എന്താണ്? ഓരോരുത്തർക്കും സമൂഹത്തിൽ ഓരോരുത്തർക്കും എന്താണ്? സമൂഹത്തോട് ചില കർത്തവ്യങ്ങൾ ഉണ്ടെന്നും എങ്കിൽ മാത്രമേ ആ വ്യക്തി എന്ത് ചെയ്യുള്ളൂ? പൂർണ്ണവും സ്വതന്ത്രവുമായ വികാസം സാധ്യമാകൂ എന്നും പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 1975 എന്താ 1975 ഇന്ത്യയിലെ പ്രത്യേകത ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലമാണ് അല്ലെ? 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളൊക്കെ സജീവമാകുന്നത്. അങ്ങനെ 1976 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൺ സിംഗിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? മൗലിക കർത്തവ്യങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെ 1976 ഒരു ഭേദഗതി കൊണ്ടുവന്നു. ഏതാണ്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് പ്രകാരം എത്ര മൗലിക കടമകൾ ഉൾപ്പെടുത്തി? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10. ഓക്കെ, എത്രയാണ്? 10. ഇന്ന് എത്ര മൗലിക കടമകൾ ഉണ്ട്? 11 മൗലിക കടമകൾ ഉണ്ട് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണേ. 1974 42 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തില്ല? ഭരണഘടനയിലെ മൗലിക കർത്തവ്യം പ്രതിപാദിക്കുന്നില്ല. എന്നാൽ 76 42ാം ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ ആർട്ടിക്കിൾ ഏതായി? ഇവിടെ ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഇനീഷ്യൽ ഉണ്ടാവും അല്ലെ? കാരണം 36 മുതൽ 51 വരെയാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ? അപ്പൊ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് ഈ 51ന്റെ കൂടെ എന്ത് ചേർത്തു? ഒരു A എന്നുള്ളത് കൂട്ടിച്ചേർത്തു. 51A കണ്ടോ? ഓക്കെ, 51A കണ്ടോ? അവിടെ എന്ത് വരണം? ഇനീഷ്യൽ വരണം. ഇവിടെ 4A വന്നില്ലേ കൂട്ടിച്ചേർത്തപ്പോ? ഭാഗം 4 എന്താ പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളല്ലേ? ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലേ? മാർഗനിർദ്ദേശക തത്വം. 3 മൗലിക അവകാശം അല്ലേ? 2 പൗരത്വം. ഇങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഈ 4ന്റെ കൂടെ ഒരു ആർട്ടിക്കിൾ എന്ന അനുച്ഛേദം കൂട്ടിച്ചേർത്തു അല്ലേ? അപ്പൊ അവിടെ എന്ത് വന്നു? ഭേദഗതി വന്നു അല്ലെ? അങ്ങനെ 51A കൂട്ടിച്ചേർത്തു. 51A എന്ന് പറയുമ്പോൾ 10 മൗലിക കടമകളല്ലേ? അപ്പൊ A മുതൽ എത്ര വരെ ഉണ്ടാകണം? J വരെ ഉണ്ടാകണം അല്ലെ? 10 എണ്ണം. അപ്പൊ ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ആഭ്യന്തര അടിയന്തരാവസ്ഥ അറിയാലോ അല്ലെ? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അന്നത്തെ സമയത്തെ പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു ആ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. അങ്ങനെ കഴിഞ്ഞു. 76 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി. പക്ഷെ നമുക്കറിയാം ഇന്ന് 11 മൗലിക കടമകൾ ഉണ്ട് അല്ലെ? അപ്പൊ എങ്ങനെ ഈ 11 മൗലിക കടമകൾ വന്നു? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? 2002 86ാം ഭേദഗതി 29
86A വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം എത്രയായി? 11 ആയി കേട്ടോ. 11 ആയി. അങ്ങനെ A മുതൽ J വരെ എന്നുള്ളത് എത്ര വരെയായി? K വരെയായി കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ദേശീയഗീതം രചിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? സന്യാസി കലാപമാണ്. എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ മക്കളെ. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ പറയുന്നത് ഫുള്ളും അനുബന്ധ വിവരങ്ങൾ ഫുള്ളും പ്രീവിയസ് തരുള്ളൂ കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം രചിച്ചത്. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ദേശീയ ഗീതം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന വിഷയം സന്യാസി കലാപമാണ്. മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാം സേ അച്ചാലെ, സാരേ ജഹാം സേ അച്ച ആരുടെ? മുഹമ്മദ് ഇക്ബാൽ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു വന്ദേ മാതരം ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പാടിയത്. ഏത് വർഷമാണ്? 1896 ആ സമയത്ത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി. റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമയത്ത് കൊൽക്കത്ത സമ്മേളനം 1896 ദേശീയ ഗീതം പാടുന്നു. ഓക്കെ. വന്ദേ മാതരം ആലപിച്ചത് ആരാണ്? വന്ദേ മാതരം ആലപിച്ചത് ആരാണ്? ടാഗോർ ആണ് അല്ലെ? വന്ദേ മാതരവും ജനഗണമനയും ഒക്കെ ആലപിച്ചത് ആരാണ്? ടാഗോർ ആണ് അല്ലെ? വന്ദേ മാതരം കേട്ടോ. ഇനി നമുക്ക് ഇപ്പൊ നമ്മള് വന്ദേ മാതരം പറഞ്ഞു എങ്കിൽ ജനഗണമന ആദ്യമായിട്ട് പാടിയത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ജനഗണമന ആദ്യമായി പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ദർ ആയിരുന്നു കേട്ടോ. BN ദർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നേരത്തെ ഒരു പറഞ്ഞ പോയിന്റ് ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. 1896 റഹ്മത്തുള്ള സയാനി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൊൽക്കത്ത സമ്മേളനം വന്ദേ മാതരം പാടിയത് ടാഗോർ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. 1911 കൊൽക്കത്ത സമ്മേളനം അധ്യക്ഷൻ BN ദർ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചു അല്ലെ? ആ സമ്മേളനത്തിൽ ജനഗണമന ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരാണിയാണ് കേട്ടോ. സരളാദേവി കേട്ടോ. പ്രീവിയസ് ആണ്. സരളാദേവി ചൗധരി റാണി കേട്ടോ. സരളാദേവി ചൗധരി റാണിയാണ് എന്ത് ചെയ്യുന്നത്? ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ഇവിടെ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം. ചിലപ്പോൾ വീതിയും നീളവും തരും. ഓക്കെ. വീതി ഈസ് ടു നീളം തരും. അപ്പൊ നമ്മള് നീളം ആണ് കൂടുതൽ കേട്ടോ. നീളമാണ് കൂടുതൽ. 3:2. 3 എന്താണ്? നീളമാണ്. വീതി ആണ് 2 കേട്ടോ. അപ്പൊ വീതി നീളം തന്നാൽ 2:3 എഴുതണം. നീളം വീതി തന്നാൽ 3:2 എഴുതണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി പറയുന്ന പോയിന്റുകൾ ഫുള്ള് ഞാൻ പ്രീവിയസ് ആയിട്ട് പറയാൻ പോകുന്നതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. 93 തന്നെയാണ് കേട്ടോ. 93 നിയമം അനുസരിച്ച് തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ ആണോ? ഇതവിടെ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇതില് എത്ര തവണ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്? 2 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഒന്ന് 2006-ലും ഒന്ന് 2019-ലും കേട്ടോ. 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. 8 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ഇതവിടെ പഠിച്ചു വെക്കുക. ഇനി 93 ഒക്ടോബർ 12 എന്നുള്ളത് മറക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? അംഗസംഖ്യ? ചെയർപേഴ്സൺ
എത്രയാണ്? ചെയർപേഴ്സൺ അല്ലേ? ചെയർപേഴ്സണും 5 അംഗങ്ങളും അല്ലേ? ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ. അപ്പൊ എത്ര പേരായി? 6 പേരായി അല്ലേ? കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ഇവരുടെ കാലാവധി. ഓക്കെ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി, ഈ ചെയർപേഴ്സൺ ആരായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ശ്രദ്ധിക്കണേ, ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 5 അംഗങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ? ഈ 5 അംഗങ്ങളിൽ ആരൊക്കെ ആയിരിക്കണം? 5 അംഗങ്ങള് സുപ്രീം കോടതിയിലെ ജഡ്ജി ട്ടോ. സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ട്ടോ. മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നല്ലെങ്കിൽ ഇപ്പൊ പദവി വഹിച്ചിരിക്കുന്ന ജഡ്ജിക്കാകാം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിക്കും ആകാം. ഇനി പിന്നെ അടുത്ത വ്യക്തി ആരായിരിക്കണം? ഹൈക്കോടതി ട്ടോ. ഹൈക്കോടതി ചീഫ് ട്ടോ. ചീഫാണ്. ഹൈക്കോടതി ചീഫ് ജഡ്ജിക്ക് ആകാം, അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിക്ക് ആകാം ട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്തത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല അറിവും പ്രായോഗിക പരിചയമുള്ള എത്ര പേരാണ്? 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ 3, 4, 5, 6. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 6 പേരാണ്. അതിൽ ചെയർപേഴ്സന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം ചെയർപേഴ്സൺ. മറ്റ് 5 അംഗങ്ങളിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയതോ ആയിരിക്കും ഒരാള്. പിന്നെ ഒരാള് ഹൈക്കോടതി ചീഫ് ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആണ് പറയുന്നത് കേട്ടോ. ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയിരിക്കാം. പിന്നെ 3 അംഗങ്ങൾ നല്ല മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നല്ല പ്രായോഗിക പരിജ്ഞാനം ഉള്ള ആൾക്ക് എന്താകാം? ഇതില് അംഗമാകാം. ഇനി ഇതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ട്. ആരൊക്കെയാണ്? 1 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ ദേശീയ ന്യൂനപക്ഷ ചെയർപേഴ്സൺ, പിന്നെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷി വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒക്കെ എന്താണ്? ഇത് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് കേട്ടോ. പ്രീവിയസ് ചോദ്യങ്ങളാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ദേശീയ തലത്തിലുള്ള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ തലത്തിലുള്ള ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ്. അംഗങ്ങളല്ല. ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പട്ടികജാതി വിഭാഗം, പട്ടികവർഗം, വനിതാ വിഭാഗ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷന്റെ ഒക്കെ ചെയർപേഴ്സൺ ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആയിരിക്കും. ഓക്കെ ആണോ? ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? രംഗനാഥ മിശ്രയാണ്. രണ്ടാമത് ആരാണ്? വെങ്കിടാചലം. ഫസ്റ്റ് 3 പേരിനെ പഠിച്ചു വെക്കണം കേട്ടോ. വെങ്കിടാചലമാണ്. മൂന്നാമത് വർമ്മയാണ് കേട്ടോ. JS വർമ്മയാണ്. ഫസ്റ്റ് രംഗനാഥ മിശ്ര, വെങ്കിടാചലം, വർമ്മ. എങ്കിൽ ഇപ്പോ കറണ്ട് അഫെയറിൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ? രാമസുബ്രഹ്മണ്യം. ആരാണ്? രാമസുബ്രഹ്മണ്യം. കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഈ രാമസുബ്രഹ്മണ്യം എന്നുള്ളത് മാറിയിട്ടുണ്ടെങ്കിൽ. അവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം ഏത് പ്രകാരമാണ്? 2005 വിവരാവകാശ നിയമം അനുസരിച്ചിട്ടാണ് കേട്ടോ 2005 ഒക്ടോബർ 12-ന് നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ഇതിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6 അധ്യായങ്ങളാണ് കേട്ടോ. 6 അധ്യായങ്ങള്. എത്ര വകുപ്പുകളാണ്? 31 വകുപ്പുകളാണ്. എത്ര പട്ടികകളാണ്? 2 പട്ടികകളാണ് കേട്ടോ. അതില് ഒന്നാമത്തെ പട്ടിക എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഒന്നാമത്തെ പട്ടിക എല്ലാം പ്രീവിയസ് ആണ്. ഞാൻ പറയുന്ന ഒക്കെ പ്രീവിയസ് ആണ്. ഒന്നാമത്തെ പട്ടിക എന്താണ് പറയുന്നത്? കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാന കേട്ടോ. കേന്ദ്രത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഒക്കെ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഉള്ള കമ്മീഷണർമാരുടെയും
മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഒക്കെ സത്യപ്രതിജ്ഞയാണ് കേട്ടോ, സത്യപ്രതിജ്ഞ. ഇനി രണ്ടാമത്തെ പട്ടിക എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി വിവരാവകാശ കമ്മീഷൻ നമ്മൾ പറഞ്ഞു 6 അധ്യായങ്ങളാണ്, 31 വകുപ്പുകളാണ്. പട്ടിക 2ആണ്. കേന്ദ്ര സംസ്ഥാന കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ പട്ടിക. രണ്ടാമത്തെ പട്ടിക വിവരങ്ങൾ നിഷേധിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഓക്കെ, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വിവരാവകാശ നിയമമാണ് കേട്ടോ. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓക്കെ ആണോ? ഇനി ഇതിന്റെ സ്ഥാപകത ആരാ? അരുണ റോയ് ആണ് കേട്ടോ. അരുണ റോയ് ആണ് ഇതിന്റെ സ്ഥാപക, അരുണ റോയ്. അതുപോലെ നിഗിന്റെ, ശങ്കർ സിംഗ് ഇവരൊക്കെ എന്താണ് ഇതിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് ആദ്യമായി പാസ്സാക്കിയത് 1997 തമിഴ്നാട് സംസ്ഥാനമാണ് കേട്ടോ. തദ്ദേശീയമായിട്ട് കേട്ടോ, വിവരാവകാശ നിയമം തദ്ദേശീയമായി ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 തമിഴ്നാട് കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി അതുപോലെ നമുക്ക് വിവരാവകാശ നിയമങ്ങൾ ഓരോരോ ക്ലാസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നമുക്ക് ഓരോ വകുപ്പുകൾ എന്താണ് അതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാം കേട്ടോ. അതുപോലെ ഇപ്പൊ നമ്മളൊരു വിവരം ആവശ്യമാണെങ്കിൽ നമുക്ക് A4 സൈസ് പേപ്പറിന് എത്ര രൂപയാണ്? 3 രൂപയാണ് കേട്ടോ. A4 സൈസിൽ ഒരു പേപ്പറിൽ നമുക്കൊരു വിവരം ലഭ്യമാകണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 3 രൂപയാണ് കേട്ടോ. ഇനി ഒരു CD-യിലോ ഒരു ഫ്ലോപ്പി ഡിസ്കിലൊക്കെ ആണെങ്കിലോ 75 രൂപയാണ് കേട്ടോ ഫീസ് വരുന്നത്. 75 രൂപയാണ് ഫീസ് വരുന്നത്, അതവിടെ മനസ്സിലാക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി ലഭിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21 ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പൊ അനുച്ഛേദം 21 എന്ന് നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണെന്ന് പറഞ്ഞു അല്ലെ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൗലിക അവകാശങ്ങളുടെ എന്താണ്? അടിത്തറയാണ് കേട്ടോ. ഏതെന്ന് പറയുന്നത്? ഈ 21 എന്ന് പറയുന്നത് കേട്ടോ. അനുച്ഛേദം 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. ഈ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചില്ലേ? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഈ അനുച്ഛേദം 21 പ്രകാരമാണ് പുകവലി നിരോധിച്ചത്. ഇനി ഒരു പൗരന്, അതിപ്പോ നിങ്ങൾക്കാകാം എനിക്കാകാം, എന്താണ് നമ്മുടെ ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ഏതാണ്? നമുക്ക് പിന്നാളെ മതി എന്ന് നമുക്ക് എന്താ നമ്മുടെ ഒരു ഇഷ്ട പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ അനുച്ഛേദം 21 പറയുന്നുണ്ട്. അതുപോലെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇതിൽ പറയുന്നുണ്ട്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇതിൽ പറയുന്നുണ്ട്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് ഇതിലാ പറയുന്നത് അനുച്ഛേദം 21. ഇനി സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണ്. സ്വകാര്യതയ്ക്കുള്ള നമ്മൾ പറയാറുണ്ടല്ലേ, നമുക്ക് എന്ത് ഒരു പേഴ്സണൽ ലൈഫ് ഇത് വേണം അല്ലെ, സ്വകാര്യത വേണം എല്ലാ കാര്യത്തിനും അല്ലെ. എല്ലായിടത്തും നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ഒരു സ്വകാര്യത വേണം. അപ്പൊ ഈ സ്വകാര്യത ഒരു മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്താനുണ്ടായ കേസ് ഏതാണ്? KS പുട്ടസ്വാമി കേസാണ് കേട്ടോ. KS പുട്ടസ്വാമി കേസ്, പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഈ കേസ് നടക്കുന്നത്. അത് പ്രകാരമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായിട്ട് മാറ്റിയത്. അതിവിടെ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ചത്? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. പുകവലി നിരോധനം സർക്കാർ ഏർപ്പെടുത്തിയത് ഈ അനുച്ഛേദ പ്രകാരമാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണ്. അതിനുണ്ടായ കേസ് പുട്ടസ്വാമി കേസാണ്. സ്വന്തമായി ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ഈ അനുച്ഛേദ പ്രകാരം ആണ്. ഓക്കെ, ഇനി ഈ 21 ബന്ധപ്പെട്ട് മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് അവകാശങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് തന്നെ ഇതിനെ പറയാനായിട്ടുള്ള കാരണം. അതിജീവന
അതിജീവനത്തിനുള്ള അവകാശമുണ്ട്. എന്താണ്? അതിജീവനം ട്ടോ. അതിജീവനത്തിനുള്ള അവകാശമുണ്ട്. സുരക്ഷിതമായിട്ടുള്ള അഭയസ്ഥാനം ട്ടോ. നമുക്ക് താമസിക്കണ്ടേ? സുരക്ഷിതമായിട്ടുള്ള അഭയസ്ഥാനത്തിനുള്ള അവകാശമുണ്ട്. അതുപോലെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആരോഗ്യത്തോടെ. അതുപോലെ അതിവേഗം വിചാരണ. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ അതിവേഗം വിചാരണ ചെയ്യാൻ ട്ടോ. അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശമുണ്ട്. ഏകാന്ത തടവ് നിഷേധിക്കാം ട്ടോ. ഒറ്റയ്ക്ക് തടവിൽ പാർപ്പിക്കുന്നതേ ഏകാന്ത തടവ് നിഷേധിക്കാനുള്ള അവകാശം ഉണ്ട്. വിനോദസഞ്ചാരത്തിനുള്ള അവകാശം. ഇതൊക്കെ 21 പറയുന്നത് കേട്ടോ. വിനോദസഞ്ചാരത്തിനുള്ള അവകാശം. നിർബന്ധിത ജോലി. ഇപ്പൊ ഒരാൾ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാന്ന് പറയില്ലേ, അതിനെ എതിർക്കാം ട്ടോ. നിർബന്ധിത ജോലി എതിർക്കാനുള്ള അവകാശമുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാനുള്ള അവകാശം. ഗവൺമെന്റ് ആശുപത്രികളിൽ എന്താണ് ചികിത്സയ്ക്കുള്ള അവകാശം ഉണ്ട്. വിവരങ്ങളും വാർത്തകളും അറിയാനുള്ള അവകാശം. വിവരം ആൻഡ് വാർത്ത ട്ടോ. വാർത്തകളും അറിയാനുള്ള അവകാശം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്ലീപ്പിങ്ങിനുള്ള അവകാശമുണ്ട്. ഓക്കെ. അതുപോലെ കസ്റ്റഡിയില് പീഡിപ്പിക്കാതിരിക്കാനുള്ള അവകാശം. കസ്റ്റഡിയില് പീഡിപ്പിക്കാതിരിക്കാനുള്ള അവകാശം. അതുപോലെ ജയിലില് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കാൻ. അടിസ്ഥാന സൗകര്യം എവിടെ? ജയിലിൽ. വെറുതെയാണ് പുള്ളികൾ കൂടുന്നത് അല്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം. ഇതൊക്കെ ഇതിലാണ് വരുന്നത്? അനുച്ഛേദം 21 വരുന്നത് കേട്ടോ. മൗലികാവകാശങ്ങളുടെ അടിത്തറയാണ് ഈ അനുച്ഛേദം. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി ലിപിയിലാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ എഴുതിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ അല്ലെ? ദേശീയ പൈതൃക മൃഗം ഏത് എന്ന് ചോദിച്ചാൽ പൈതൃക എന്ന വാക്ക് വന്നാൽ അവിടെ ആരാണ്? എലിഫന്റ് ആണ് കേട്ടോ. എലിഫന്റ് ആണ്. സിംഹവാലൻ കുരങ്ങുകളെ പാർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ? എന്താണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വഴിതെളിച്ച സംഭവം എന്താണ്? എങ്ങനെയാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് എത്തുന്നത്? അതായത് 1942 നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് അല്ലെ? അതായത് ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ബ്രിട്ടീഷുകാരില് ക്രിപ്സ് മിഷന്റെ പരാജയം കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാനായിട്ട് കാരണം ആയത്. ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഏതാണ് വൈസ്രോയി? ലിൻലിത്ഗോ പ്രഭുവാണ് കേട്ടോ. ലിൻലിത്ഗോ പ്രഭുവായിരുന്നു ആ സമയത്ത് വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 42 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എപ്പോഴാ? 42 ഓഗസ്റ്റ് മാസം 8 കേട്ടോ. 42 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനം എപ്പോഴാ? ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം കേട്ടോ. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ഗാന്ധിജി ഏത് പത്രത്തിലാണ് പ്രചരിപ്പിച്ചത്? ഗാന്ധിജി ഏത് പത്രത്തിലാണ്? ഗാന്ധിജിയുടെ പത്രം തന്നെയാണ്. അത് ഏതിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ചത്? ഹരിജൻ എന്ന പത്രത്തിലാണ് കേട്ടോ. ഹരിജൻ എന്ന പത്രത്തിലാണ് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ചത്. അതുപോലെ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ഏത് സ്ഥലത്തിൽ വെച്ചിട്ടാണ്? ബോംബെയിലാണ് അല്ലെ? ക്വിറ്റ് ഇന്ത്യ പ്രമേയം നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മള്? ബോംബെയിലെ ഏതിലാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ് കേട്ടോ. ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഈ ഗോവാലിയ ടാങ്കിന്റെ ഇപ്പോഴത്തെ പേര് ഓഗസ്റ്റ് ക്രാന്തി എന്നാണ് കേട്ടോ. ഓഗസ്റ്റ് ക്രാന്തി. ഓക്കെ. അപ്പോ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് കൊണ്ടുവന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആരാ? യൂസഫ് മെഹർ അലി. പ്രീവിയസ് ആണ്. യൂസഫ് മെഹർ അലി. ഇതൊക്കെ ഇത്ര നേരം തന്നു ഫുള്ളും പ്രീവിയസ് ആണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നതും അത് തന്നെയാണ്. യൂസഫ് മെഹർ അലി. യൂസഫ് മെഹർ അലി. ഇനി ക്വിറ്റ് ഇന്ത്യ എന്ന പ്രമേയം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഒറ്റ നോട്ടത്തിൽ ഓഡിയോ എഴുതും അല്ലെ? എന്തെഴുതും? ഗാന്ധിജി എന്നെഴുതും. അല്ല, ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് കേട്ടോ. അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനി
ഈ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ഗാന്ധിജിന് ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ എവിടെയാണ് തടവിലാക്കപ്പെട്ടത്? ആഗഖാൻ കൊട്ടാരത്തിലാണ് കേട്ടോ. ആഗഖാൻ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിനെ തടവിലാക്കപ്പെട്ടത്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ഒന്ന് അരുണ ആസഫ് അലി അല്ലെ, അരുണ ആസഫ് അലി. പിന്നെ ആരാ? JP ല്ലേ, ജയപ്രകാശ് നാരായണൻ. JP എന്ന് പറയില്ലേ, ജയപ്രകാശ് നാരായണൻ. പിന്നെ ആരാ? റാം മനോഹർ ലോഹ്യ അല്ലെ. അപ്പൊ ഈ അരുണ ആസഫലിനെ ഗാന്ധിജി ഒരു വിശേഷിപ്പിച്ചു. എന്താ? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫലിയെ ആണ് കേട്ടോ. അരുണ ആസഫലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് JP ആണ് കേട്ടോ. ജയപ്രകാശ് നാരായണൻ നായകനായിട്ടും നായികയായിട്ട് അരുണ ആസഫലിയുമാണ് കേട്ടോ. നായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി എന്ത് മുദ്രാവാക്യമാണ് നൽകിയത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അല്ലെ. ഡു ഓർ ഡൈ അല്ലെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കാറുണ്ട്. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ആരുടെ മുദ്രാവാക്യമാണിത്? ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് കേട്ടോ. ഇനി അതേ സമയത്ത് ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇത് ഗാന്ധിജിയുടേതാണ് എങ്കിൽ മുസ്ലിം ലീഗ് ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്താണത്? വിഭജിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് കേട്ടോ. ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. എന്താണ്? വിഭജിക്കുക അല്ലെങ്കിൽ പുറത്തു പോകുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ, നമ്മുടെ മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ്. ഇനി അതേപോലെ നമുക്ക് ഇതില് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് 1942 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് കേട്ടോ. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരായിരുന്നു ഈ സമയത്തെ വൈസ്രോയി? ആരായിരുന്നു? ലിൻലിത്ത് കോപ്രഭു. ലിൻലിത്ത് കോപ്രഭു. ഇത്രയും കാര്യങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാമൻ നമ്പിയാണ്. എപ്പോഴാണ് നമുക്ക് കുറിച്യർ കലാപത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? കുറിച്യർ കലാപം നടന്നത് എപ്പോഴാണ്? 1812 അല്ലെ. 1812 വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുറിച്യർ കലാപം നടക്കാണ്ടായ കാരണം? ഗോത്രവർഗക്കാരായ ഈ രണ്ട് ഗോത്ര വിഭാഗമാണ് കേട്ടോ. ഓക്കെ, ഈ രണ്ട് ഗോത്ര വിഭാഗമാണ് പഠിച്ചിരിക്കുന്നത്. കാരണം ഒരു എക്സാം 2024 നടന്ന ഒരു എക്സാമിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. കുറിച്യരും കുറുമ്പരും. കാരണം ഇതില് വേറൊരു വിഭാഗത്തെ ആഡ് ചെയ്തിട്ട് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ആ വിഭാഗങ്ങൾ ഒരിക്കലും ഇതിൽ വരുന്നില്ല കേട്ടോ. ഈ രണ്ട് ഗോത്ര വിഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. കുറിച്യരും കുറുമ്പരും ഗോത്ര വിഭാഗക്കാരാണ്. ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത് കേട്ടോ. ഇവരുടെ മേല് എന്ത് ചെയ്തു? അമിതമായ നികുതി ആരേർപ്പെടുത്തി? ബ്രിട്ടീഷുകാര് ഏർപ്പെടുത്തി. അപ്പൊ അതാണ് കുറിച്യർ ലഹളയ്ക്ക് കാരണം ഉണ്ടായത് കേട്ടോ. ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ ആണ് കേട്ടോ. തോമസ് വാർഡൻ ആണ് അമിതമായിട്ട് നികുതി ഏർപ്പെടുത്തിയത്. ഇതിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ് അല്ലെ. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. രാമൻ നമ്പി ഒറ്റയ്ക്കാണോ? അല്ല അല്ലെ. രാമൻ നമ്പിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഒന്ന് കുറിച്യർ, നമുക്കറിയാം ഗോത്ര വിഭാഗമാണ്. ആദരം പേരുകളായിരിക്കില്ലേ? കോന്തപ്പനും കേളുവുമാണ് കേട്ടോ. കോന്തപ്പനും കേളുവുമാണ് ഇവരുടെ കൂടെ, രാമൻ നമ്പിയുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. രാമൻ നമ്പിയെ അങ്ങനെ എന്ത് ചെയ്തു? വധിച്ചു. രാമൻ നമ്പിയെ വധിച്ചത് എപ്പോഴാണ്? ബ്രിട്ടീഷുകാർ പിടികൂടിയിട്ട് രാമൻ നമ്പിയെ വധിച്ചത് 1812 അതേ വർഷം തന്നെ കേട്ടോ. മെയ് മാസം 1-ാം തീയതി എന്ത് ചെയ്തു? വധിച്ചു കേട്ടോ. ഇതിന്റെ മുദ്രാവാക്യം എന്താണ്? കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വട്ടത്തൊപ്പിക്കാരെ, ഞാൻ ദയവ് ചെയ്ത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന കേട്ടോ. ഞാൻ പറഞ്ഞത് ഫുള്ളും പ്രീവിയസ് ആണ് കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിക്കാറുണ്ട്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി അതേപോലെ ഈ കുറിച്യർ ലഹള എപ്പോഴാണ് അടിച്ചമർത്തിയത്? ബ്രിട്ടീഷുകാരെ കുറിച്യർ ലഹളയൊക്കെ അടിച്ചമർത്തി 1812 മെയ് മാസം 8. കാരണം മെയ് 1-ാം തീയതി തന്നെ രാമൻ നമ്പിയെ വധിച്ചു ഇല്ലേ. പിന്നെ നിലനിൽക്കാൻ പറ്റുമോ? പറ്റില്ല. 12 മെയ് 8 കുറിച്യർ ലഹളയൊക്കെ അടിച്ചമർത്തി. ഇനി ഒരു പുസ്തകം നോക്കണേ. കുറിച്യരുടെ
ജീവിതവും കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുമാരൻ വയലേരിയാണ് കേട്ടോ. കുമാരൻ വയലേരി. കുമാരൻ വയലേരി ഇത് പഠിക്കണേ. ഇനി അതേപോലെ ഈ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ടി.എച്ച്. ബേബർ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ, ഏത് കലാപകാരികൾ? കുറിച്യർ നേതാക്കളായ ഗോത്ര വിഭാഗങ്ങൾക്ക് അവർ ഒരു മാസം കൂടി കലാപത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം മൊത്തം അവരുടെ നിയന്ത്രണത്തിൽ ആയിട്ടുണ്ടാകും എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ടി.എച്ച്. ബേബർ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കണം കുറിച്യർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടോ. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. രാജാറാം മോഹൻ റോയിയുടെ പ്രസിദ്ധമായ 2 പത്രം ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. തുഫത്ത് ഉൾ മുവാഹിദീൻ. തുഫത്ത് ഉൾ മുവാഹിദീൻ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപകാരം എന്നതാണ് ഇതിന്റെ കറക്റ്റ് മീനിങ്. അതുപോലെ ജീസസിന്റെ കൽപ്പനകൾ അല്ലെ. ജീസസിന്റെ കൽപ്പനകൾ ഇതൊക്കെ ആരുടേതാണ്? ഇത് ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ് അല്ലെ കൽപ്പനകൾ. ഇനി നമുക്ക് ഈ രാജാറാം മോഹൻ റോയുടെ കുറെ വിശേഷണങ്ങൾ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്. ഇന്ത്യൻ ദേശീയ ഇതാണ് ചോദ്യം വന്നത് അല്ലെ. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ്. ആധുനിക ഭാരതത്തിന്റെ ആധുനിക നവോത്ഥാന നായകൻ. ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ നവോത്ഥാന നേതാവ്. അതുപോലെ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ്, ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. നമ്മൾ എപ്പോഴും പഠിക്കും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് എന്ന് പഠിക്കും. എങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അങ്ങനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ആണ് അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. അതുപോലെ ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പലോസ്തൻ എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. അപ്പലോസ്തൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. അതുപോലെ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1828 ഓഗസ്റ്റ് മാസം 20-നാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് കേട്ടോ. അതേപോലെ ഈ ബ്രഹ്മസമാജത്തിന് നമ്മുടെ കേരളത്തില് പ്രവർത്തനം, ഇപ്പൊ മൊത്തം ദേശീയ തലത്തില് രാജാറാം മോഹൻ റോയ്, കേരളത്തില് പ്രവർത്തനം കൊടുത്തത്, ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ കൊടുത്തത് ആരാണ്? അയ്യത്താൻ ഗോപാലൻ ആണ് കേട്ടോ. പ്രീവിയസ് ആണ്. അയ്യത്താൻ ഗോപാലൻ ആണ്. അതുപോലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആത്മീയ സഭ സ്ഥാപിച്ചത് 1815-ലാണ് കേട്ടോ. 1815-ലാണ് അദ്ദേഹം ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ, സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഭഗവത്ഗീത ഏതു ഭാഷയിലേക്കാണ്? ബംഗാളി ഭാഷയിലേക്ക് കേട്ടോ. ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതും രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ SCERT-യിൽ കിടക്കുന്നുണ്ട് അല്ലെ. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതും എത്ര പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് അറിയോ? ജാതി സമ്പ്രദായമാണ് ഇന്ത്യൻ ജനതയിൽ അല്ലെ എന്താണ് അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം.
2023 അധ്യക്ഷ സ്ഥാനം വഹിച്ച G20. ഓക്കെ, അതുപോലെ 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20. അപ്പൊ 2023 ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, എങ്കിൽ 2024 ഏത് രാജ്യമാണ്? 2025 കറണ്ട് അഫെയറിൽ ഏതാണ്? നമുക്ക് പഠിച്ചാലോ? 2024 ബ്രസീൽ ആണ് കേട്ടോ. റിയോ ഡി ജനീറോ. ഓക്കെ, അപ്പൊ 2025 ഏതാണ്? സൗദി അറേബ്യ ആണ് കേട്ടോ. സൗദി അറേബ്യ G20 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്നത് കേട്ടോ. 23 ഇന്ത്യ, 24 ബ്രസീല്, 2025 സോറി ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. അപ്പൊ 2023 നമ്മുടെ ഇന്ത്യ, 2024 ബ്രസീൽ, ഇന്ത്യ ബ്രസീല്, 2025 ദക്ഷിണാഫ്രിക്ക അല്ലെ. സൗത്ത് ആഫ്രിക്ക. അതെ, എസ് എന്നാണ്. അപ്പൊ പെട്ടെന്ന് സൗദി അറേബ്യ എന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ, എസ് എന്നുള്ളത് കൊണ്ട് കേട്ടോ. അപ്പൊ സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ, ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ ഈ 2024 ബ്രസീലാണ് അല്ലെ. അപ്പൊ ഈ G20 പ്രസിഡന്റും ആരായിരിക്കും? G20 പ്രസിഡന്റിന്റെ സ്ഥാനം വേണമല്ലോ. അപ്പൊ ഈ ബ്രസീൽ രാജ്യത്ത് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബ്രസീൽ രാജ്യത്തിലെ ആളെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? പ്രസിഡന്റ് സ്ഥാനം അധ്യക്ഷം വഹിക്കുക കേട്ടോ. അതവിടെ നോക്കി വെക്കണം. ഇനി 2026 എവിടെയാ? അടുത്ത വർഷം എവിടെയാണ്? 2026 G20 സമ്മിറ്റ് നടക്കുന്നത് എവിടെയാണ്? US-ലാണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, പഠിച്ചല്ലോ. 23 ഇന്ത്യ, 24 ബ്രസീൽ എവിടെയാണ്? റിയോ ഡി ജനീറോ. 25 സൗദി അറേബ്യ പറയുമെന്ന് പറഞ്ഞാണ്, സൗത്ത് ആഫ്രിക്ക. ഇനി 2026 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, മറക്കല്ലേ. ഓക്കെ കൂട്ടുകാർക്ക്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ താഴെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് 2021 മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 2025 എത്തിച്ച് നിൽക്കുന്ന പോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. ഇന്ന ആൻസർ ആണ് പറഞ്ഞിട്ട് ആ ഓപ്ഷൻ, ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 4 ഓപ്ഷനും പഠിച്ചിട്ട് പോകാം. ഓക്കെ, ഇപ്പൊ ഇന്നതാണെന്ന് 4 ഓപ്ഷൻ മാത്രം പഠിച്ചു പോകാം. എക്സ്ട്രാ ഫാക്ട് പറയില്ല. അങ്ങനെ 2021 മുതൽ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ 25 വരെയുള്ള ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് LGS നിലവാരം, LD നിലവാരം ഒക്കെ എടുത്തിട്ട് +2 നിലവാരത്തിലും ഒക്കെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്ക്ഔട്ട് ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പറയാ, ഇന്ന ആൻസർ പറഞ്ഞിട്ട് പോയാൽ മതിയോ, അതോ ഇതേപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നാൽ മതിയോ എന്ന് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യണേ. ഭൂരിപക്ഷ അഭിപ്രായം ഏതാണോ അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് 2021 അങ്ങോട്ട് തുടങ്ങാം. എന്നിട്ട് 2025 നമുക്ക് ഓഗസ്റ്റിലല്ലടാ എക്സാം. ആ ഓഗസ്റ്റില് 2025 ഓഗസ്റ്റ് മാസം 1 ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ജൂലൈ ലാസ്റ്റ് വരെ ഏത് എക്സാം നടന്നിട്ടുണ്ടോ അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേഗം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഞാൻ ഇന്നലെ വല്ലാത്തൊരു ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. ഇന്നലെ നമ്മൾ ആ പോസ്റ്റ് ചെയ്തത്, അത് എനിക്ക് വീഡിയോയിൽ വന്നിട്ട് എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പോസ്റ്റ് ചെയ്തു, മുഹമ്മദ് നബി നമ്മളൊക്കെ വിദ്യാഭ്യാസത്തിനെ ആണെങ്കിലും സമൂഹത്തിനെ ആണെങ്കിലും അത്രമാത്രം ആദരിച്ച, എന്താ പറയാ, ബഹുമാനത്തോടെ കണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ അതിൽ ഞാൻ ആ മുഹമ്മദ് നബി എന്നൊരു ഓപ്ഷൻ അഫ്ഗാനിസ്ഥാൻ പ്ലെയർ ആണ്. ഓക്കെ, അപ്പൊ അതിന് തെറ്റ് തിരുത്തിയാലെങ്കിലും ആ മെസ്സേജിനെ ഒന്ന് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ശരി എന്റെ ഭാഗത്താണ്. അപ്പൊ ഈ മുഹമ്മദ് നബി എന്ന പോസ്റ്റ് കണ്ടല്ലെങ്കിലും എന്ത് ചെയ്യണം, അത് ഞാൻ ഇട്ടത് തെറ്റാണ്, തിരിച്ച് ഒന്നുമില്ലെങ്കിൽ ആ പോസ്റ്റിന് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ഒരു സോറി എന്തെങ്കിലും എന്ത് ചെയ്യാം, വേണ്ട, സോറി എന്നോട് എന്തായാലും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് മര്യാദയ്ക്ക് ഇട്ടൂടെ എന്ന് ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് ഇത്രയും വിവരമില്ലാതെ ആ ഒരു
ഈ ഒരു ഓപ്ഷൻ ഇടോ? ഇത്രയും ഒരു എന്താ പറയുക സമൂഹത്തിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു ഓപ്ഷൻ ഇടുന്നു തോന്നുന്നുണ്ടോ? ഇപ്പൊ നമുക്കൊരു PSC ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോ ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി ഇന്ന് തരുന്ന സമയത്ത് അവർ ഫുള്ള് ഇന്ത്യയിലത്തെ വ്യക്തികൾ മാത്രമാണോ തരാറുള്ളത് നമുക്ക് ഓപ്ഷൻ? അല്ല, നമുക്ക് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഓപ്ഷൻ അടക്കം നമുക്ക് തരാറുണ്ടല്ലേ? അതിപ്പോ ഒരിക്കലും ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, വേറെ ഏതാണെങ്കിലും തരാറുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് ആ തെറ്റായിട്ട് മര്യാദയ്ക്ക് ഇട്ടൂടെ എന്നൊരു കമന്റ് ഇടുമ്പോ ഇത് ഇടുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ, അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടോ എന്നെങ്കിലും ഒന്ന് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഓക്കെ നമ്മളെ വിമർശിക്കാം. അത് നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂട്ടുകാരോട് പറയുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ കമന്റിന് താഴെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഇംഗ്ലീഷിന്റെ 2023 എടുക്കും നമ്മുടെ ഒരു ഫ്രണ്ട്, എന്താ എന്റെ പേര്, ഫയർമാന് വേണം എന്ന് പറഞ്ഞു, പേര് മറന്നു. എനിക്ക് അടുത്ത ക്ലാസ് എന്തായാലും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആയിട്ട് കാണാം കേട്ടോ. 2023 ഫുൾ ചെയ്തുതരാം കേട്ടോ. കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ് കാണാവേ. താങ്ക് യു.